വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പവർ. പവറിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് പവർ. ഒരാൾക്ക് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യാൻ കഴിയുന്ന വർക്ക്, അപ്പോൾ നമുക്ക് ആ വർക്കിൻ്റെയും ടൈമിൻ്റെയും റേഷ്യോ കണ്ടാൽ നമുക്ക് കിട്ടും പവർ. രണ്ട് തരം പവറുകളുണ്ട്. അതിലൊന്നാണ് ആവറേജ് പവർ. ആവറേജ് പവറിനെ നമ്മൾ പി ആവറേജ് അല്ലെങ്കിൽ പി എ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എന്നാണ് എഴുതുക. ഡെൽറ്റ ഡബ്ല്യു എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം ആണ്. രണ്ടാമത്തെ ടൈപ്പ് പവറാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇൻസ്റ്റന്റേനിയസ് പവർ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. കാരണം സമയം വളരെ ചെറിയ ടൈമിലേക്ക് നമ്മൾ ടെൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എന്തായി മാറും? ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. പവർ ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി ബിക്കോസ് വർക്ക് ആൻഡ് ടൈം ബോത്ത് ആർ സ്കേലർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ ആണ് പവർ എന്നുള്ളതുകൊണ്ട് സ്കേലർ ക്വാണ്ടിറ്റി ആണ് പവർ. എസ് ഐ യൂണിറ്റ് ഓഫ് പവർ വാട്ടാണ്, ഡബ്ല്യു എ ടി ടി ഓർ ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ആണ് കിലോ വാട്ട്. കിലോ വാട്ട് 1 കിലോ വാട്ട് എന്നാൽ നമുക്കതിനെ കെ ഡബ്ല്യു എന്ന് എഴുതാം. 1000 വാട്ടാണ്. അതേപോലെ മറ്റൊരു ബിഗർ യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. എച്ച് പി എന്നാണ് നമ്മളത് സൂചിപ്പിക്കുക. ഹോഴ്സ് പവർ 1 എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. അപ്പോൾ ഈ ഒരു വാല്യൂവും ഈ ഒരു വാല്യൂവും ഓർത്ത് വെക്കണം. 1 എച്ച് പി is equal to 746 watt. ഡയമെൻഷൻസ് ഓഫ് പവർ. പവറിൻ്റെ ഡയമെൻഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വർക്കിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ കണ്ടാൽ മതി അല്ലേ? വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റീസ് ടു -2 ആണ്. ഡിവൈഡഡ് ബൈ ടൈമിനത് ക്യാപിറ്റൽ ടി ആണ്. അപ്പം ഈ ടി മേലോട്ട് പോയി കഴിഞ്ഞാൽ മേലെ എം എൽ സ്ക്വയർ ടി റീസ് ടു -3 ആകും. എങ്ങനെ ടി റീസ് ടു -3 ആയത്? -2 ഓൾറെഡി ഉണ്ട്. ഈ ടി മേലോട്ട് പോയാൽ -1. അപ്പം -2 -1 -3. നമ്മൾ യൂണിറ്റ് മെഷർമെന്റിൽ നമ്മളിത് പഠിച്ചതാണ്. പവർ ആസ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പവറിനെ ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതെങ്ങനെയാ നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചു പവർ പി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പവർ ഡി ഡബ്ല്യു ബൈ ഡി ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബ്ല്യു വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പവറിനുള്ള ഇക്വേഷൻ എന്താക്കി എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഇൻറ്റു ആംഗിള് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കോസ് തീറ്റയെ നമുക്ക് പുറത്തെടുക്കാം. അപ്പം നമുക്ക് ഡി എസ് ബൈ ഡി ടി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കിട്ടും എഫ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു വാട്ട് ഇസ് ഡി എസ് ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് വെലോസിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്കിതിനെ മാറ്റി എഴുതാം എഫ് ഇൻറ്റു വി കോസ് തീറ്റ. എന്താണ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ് അല്ലേ? ഇവിടെ നല്ലോണം നോക്കൂ. ഇവിടെ എഫ് ഒരു വെക്ടറാണ്, വി ഒരു വെക്ടറാണ്, വെലോസിറ്റി വെക്ടറാണ്. കോസ് തീറ്റ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എഫ്, മാഗ്നിറ്റ്യൂഡ് വി, കോസ് തീറ്റ. അപ്പം നമുക്ക് എന്തെഴുതാം? വെക്ടർ എഫ് ഡോട്ട് വെക്ടർ
വെക്ടർ വി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പവറിനെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. പവർ പി ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി. അപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്: എൻ എലിവേറ്റർ ക്യാൻ ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മാസ് തന്നു 1800 കിലോഗ്രാം. ഇതാണ് ഈ എലിവേറ്ററിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാസ്. അത് മൂവ് ചെയ്യുന്നു, മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് തന്നു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 മീറ്റർ പെർ സെക്കൻഡ്. ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ ഇസ് 4000 ന്യൂട്ടൺ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് സ്മോൾ എഫ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് 4000 ന്യൂട്ടൺ. ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദി മോട്ടോർ ടു ദി എലിവേറ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ലിഫ്റ്റിനെ മേലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോട്ടോർ കൊടുക്കുന്ന മിനിമം പവർ കാണണം. അപ്പോൾ ആ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നത് വർക്ക് ഡൺ തന്നിട്ടില്ല, ടൈമും തന്നിട്ടില്ല. പകരം മാസ്, വെലോസിറ്റി, അതുപോലെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും തന്നിട്ടുണ്ട്. പവർ കാണാൻ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി കോസ് തീറ്റ. അപ്പം ലിഫ്റ്റ് മേലോട്ടാണ് ഇത്രയും വെയിറ്റ് ക്യാരി ചെയ്ത് പോകേണ്ടത്, അതുപോലെ ഫ്രിക്ഷനെതിരെയും. അപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്നത് എം ജിയും, മേലോട്ടാണ് ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരെ താഴോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സും. അപ്പോൾ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്ര ആയിരിക്കും? എം ജി പ്ലസ് എഫ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അത്രയും ഫോഴ്സ് ഈ ലിഫ്റ്റ് മേലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ തീറ്റ 0 ആയിരിക്കും, അല്ലേ? പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി കോസ് തീറ്റ. കോസ് 0 1 ആണ്, അപ്പോൾ എഫ് വി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് എന്ന് പറയുമ്പം 2 ഫോഴ്സ് ഉണ്ട് താഴോട്ട്. അപ്പോൾ അത്രയും ഫോഴ്സ് ഈ ലിഫ്റ്റിൻ്റെ മോട്ടോർ മേലോട്ട് പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 ഇൻറ്റു 9.8 പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയ 4000. ഇത്രയും ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് 21,640 ഇൻറ്റു 2 43,280. ഇത്രയും വാട്ടാണ് ഈ മോട്ടോറിന് കൊടുക്കേണ്ട മിനിമം പവർ. നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണ്. എ മാൻ വെയിങ് 60 കിലോഗ്രാം climbs up a staircase carrying a load of 25 kilogram on his head. The staircase has 30 steps each of height 0.2 meter. If he takes 20 seconds to climb, find his power. അപ്പോൾ ഇതിൻ്റെ ഹിൻഡ് പറഞ്ഞു തരാം. 30 സ്റ്റെപ്പാണുള്ളത്, ഓരോന്നിനും 0.2 മീറ്റർ ആണെങ്കിൽ നമുക്ക് 30 ഇൻറ്റു 0.2 മീറ്റർ ചെയ്താൽ എത്രയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കിട്ടും. അതേപോലെ അയാളുടെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ മാസ് 60യും പ്ലസ് അയാൾ കൊണ്ടുപോകുന്ന വെയിറ്റ് 25 കൂടി കൂട്ടിയാലാണ് ടോട്ടൽ മാസ് കിട്ടൂ. അതിനെ നമ്മൾ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം ജി നമുക്ക് കിട്ടും. അയാളുടെ ഫോഴ്സ് കിട്ടും, അയാൾ മേലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. പിന്നെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.